ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് നമ്മൾ ഇന്ന് നോമ്പ് തുറക്ക് പോവുകയാണ്. അതെ മേറ്റ്സ്, നമ്മൾ ഇന്ന് ഒരു നോമ്പ് തുറക്ക് പോവുകയാണ്. നോമ്പ് തുറ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും ആരപ്പ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നല്ലേ. സത്യത്തിൽ അത് തന്നെയാണ് ഗൈസ്. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കമ്പനി വക ഒരു നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം നോമ്പ് തുറക്കണം, അതും വീട്ടിൽ നിന്ന് പറ്റില്ല കേട്ടോ, പുറത്ത് പോയിട്ട് തന്നെ നോമ്പ് തുറക്കണം, അതിൻ്റെ ഒരു സെലിബ്രേഷൻ ആഘോഷിക്കണം എന്നൊക്കെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു സംഭവം വെള്ളിയാഴ്ചയാണ്, സമയമാണെങ്കിൽ അത്യാവശ്യം ഈവനിങ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കഴിഞ്ഞ വർഷം പോയിരുന്ന ഒരു ഓഷ്യാന ഒരു റെസ്റ്റോറൻറ്റ്, ബഡ്ജറ്റ് വൈ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു അപ്പോയിൻമെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പം അവരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ 4 പേരും പ്ലസ് 2 കുട്ടികളും, ഞങ്ങൾ 6 പേരും കൂടെ എന്ത് ചെയ്തു, ഓഷ്യാനയൊക്കെ വെച്ച് പിടിച്ചു. അങ്ങനെ വൈകുന്നേരം കറക്റ്റ് സമയം 4:30 5:35 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ടേബിളെല്ലാം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, കാരണം നോമ്പിൻ്റെ ഫസ്റ്റ് സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ടേബിളിൽ ആദ്യം തന്നെ കുറച്ച് ജ്യൂസ്, വത്തക്കയും റാസ്ബെരി ഒക്കെ പാടെ മിക്സ് ചെയ്ത ജ്യൂസായിരുന്നു, ഈത്തപ്പഴം, പിന്നെ കുറച്ച് സമൂസ, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ വിങ്സ്, ലോലിപോപ്പ് എന്നുള്ള സാധനങ്ങൾ. അപ്പോൾ സംഭവം ഒരു 5:42 ആയപ്പോൾ കൊടുത്തപ്പോൾ തന്നെ എല്ലാവരും കഴിക്കൽ തുടങ്ങിയിട്ട് സ്റ്റാർട്ടായി. ആ ഒരു നോമ്പ് തുറക്കുന്ന ഫീലിങ്സ് തന്നെ. അതിനിടയ്ക്ക് ഒരു സൂപ്പ് വന്നു. സൂപ്പ് ഞാൻ അങ്ങോട്ട് എടുത്ത് കുടിച്ചതാ മക്കളെ, ആകെപ്പാടെ കൈയും വായും ഒക്കെ പാടെ പൊള്ളുന്നൊരവസ്ഥയിലെത്തി കേട്ടോ. അതുപോലത്തെയാണ് എൻ്റെ നാവിലെ തൊലിയൊക്കെ പോയി. അത് കഴിഞ്ഞ് സ്റ്റാർട്ടേഴ്സ് ആട്ടോ, അതുപോലെ കോളിഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ നോമ്പ് തുറ കഴിഞ്ഞ് കഴിപ്പിക്ക് നിസ്കാരം തുടങ്ങിയിട്ട് പുറത്ത്. അപ്പം ഫുഡ് കഴിക്കാൻ സമയമായില്ല, ഇത്ര നേരത്തെ ഫുഡ് കഴിക്കാറില്ലല്ലോ. അപ്പോൾ ഒന്ന് കുറച്ച് നേരം പുറത്തൊക്കെ പോയിരിക്കാം എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി നല്ല കാറ്റടിക്കുന്നുണ്ട്, അപ്പുറത്ത് നിസ്കാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരും എല്ലാവരും കൂടെ കൂടിയിട്ട് ചെറിയ ചെറിയ നാട്ടിലെ പണ്ട് നമ്മളെ കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ടിരുന്ന നൊസ്റ്റാൾജിയ കാര്യങ്ങളും കഥകളും കളികളും ഒക്കെ ആയിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പം എന്നാൽ ഫുഡ് കഴിക്കാം, പാറുവിന് വിശക്കൽ തുടങ്ങി എന്ന് പറഞ്ഞു. എന്നാൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് തിരിച്ച് വീണ്ടും ബാക്ക് ടു ഞങ്ങളുടെ ചെയറിലെത്തി. തന്നപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ട് തന്നെ അവർ അവരുടെ ഒരു നോർത്ത് ഇന്ത്യൻ വിഭാഗം പോലെയായിരുന്നു കേട്ടോ. റൊട്ടി തന്നു, അതുപോലെ ബട്ടർ ചിക്കനാണത്, ബട്ടർ ചിക്കൻ സ്റ്റാർട്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കേട്ടോ. ഒന്നാമത് ഞങ്ങൾ ഡയറ്റിങ്ങിലാണ്ട് ഭയങ്കര പാടാണ്, പക്ഷേ വേറെ വഴിയില്ല. പിന്നെ വീണ്ടും ഒരു ബട്ടർ ചിക്കൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ ചിക്കൻ്റെ ഒരു ടേസ്റ്റ്, ഒരു ഗ്രേവി ടൈപ്പ് ചിക്കൻ തന്നെ വീണ്ടും മസാല തന്നു. പിന്നെ ഫ്രൈഡ് റൈസ് മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആണ്, അത് തന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ബട്ടർ ചിക്കൻ നല്ല ടേസ്റ്റ്, ഫുഡ് വൈസ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പക്ഷേ ഞാനൊന്നും ഫ്രൈഡ് റൈസ് കഴിക്കാറില്ല, പക്ഷേ 2-3 സ്പൂൺ എടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതന്നെ ഏറെയായിരുന്നു കേട്ടോ. ഒരു 50 റിയാലിൻ്റെ ഫുഡ് പാക്കേജാണ്, കുഴപ്പമൊന്നുമില്ല. അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു.